തിരുവനന്തപുരം നഗരത്തിലെ റോഡുകളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. സ്മാർട്ട് സിറ്റി റോഡുകൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട റോഡുകളാണ്. അതിൽ കുറേയേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള KRFB, കേരള റോഡ് ഫണ്ട് ബോർഡാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. തുടക്കത്തിൽ എല്ലാ റോഡും ഒരു കേന്ദ്രത്തിനായിരുന്നു ടെൻഡർ കിട്ടി അതിൻ്റെ പ്രവർത്തനം നടത്തിയത്. അതിൻ്റെ വലിയ പ്രയാസം നമ്മൾ അനുഭവിച്ചു. സമയബന്ധിതമായി അതിൻ്റെ പ്രവൃത്തികൾ നടത്തിയില്ലെന്ന് മാത്രമല്ല, വലിയ നിലയിലുള്ള അലസത അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കർക്കശമായ നിലപാട് സ്വീകരിച്ച് അവരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു. പൊതുവെ ചർച്ച ചെയ്തത് എല്ലാം കൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിന് പ്രവൃത്തി കൊടുക്കുന്ന രീതി ദോഷമാണ് ചെയ്യുക. വിവിധ റോഡുകളെ മുറിച്ച് കരാറ് നൽകുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പിന് പല മറ്റു താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ടാകും. ചിലരുടെ പ്രയാസം നോക്കി തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യം ജനങ്ങളുടെ പ്രശ്നമാണല്ലോ വലുത്. അതുകൊണ്ട് മുറിച്ച് നൽകണം, വിവിധ റോഡുകൾ മുറിച്ച് നൽകണം, ഇല്ലെങ്കിൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്ന് കണ്ടുകൊണ്ട് പഴയ കേന്ദ്രത്തെ ടെർമിനേറ്റ് ചെയ്യുകയും വിവിധ റോഡുകൾ മുറിച്ച് നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാനവീയം വീതി, കലാഭവമണി റോഡുകൾ തുറന്ന് പ്രവർത്തിക്കാൻ സാധിച്ചത്. ഇതൊക്കെ കൂടി ഒരു ടെൻഡർ ആയിരുന്നെങ്കിൽ അതിപ്പോഴും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ലായിരുന്നു. വേറെയും പല റോഡുകളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. ഇപ്പോൾ KRFBയുടെ കീഴിൽ 38 റോഡുകളിൽ പ്രവൃത്തി നടന്നു വരുന്നുണ്ട്. അല്ലാത്ത വേറെ കുറേ റോഡുകൾ മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആൽത്തറ ചെന്തിട്ട റോഡ് നഗരഹൃദയത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള, ഒരുപാട് പേർ ദൈനംദിനം ആശ്രയിക്കുന്ന റോഡാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. ഇതിന് വലിയ നിലയിൽ തുക ചെലവഴിച്ചുകൊണ്ടുള്ള റോഡാണ്. BMNBC നിലവാരത്തിലേക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി മാറ്റി സ്മാർട്ട് റോഡാക്കാൻ വേണ്ടി പോവുക. സ്മാർട്ട് റോഡാക്കുക എന്ന് പറയുമ്പോൾ സൈക്കിൾ ട്രാക്കും നടപ്പാതയും ഒക്കെയുള്ള മനോഹരമായ നിലയിലേക്ക് ഈ റോഡിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ റോഡിൻ്റെ ഒരു സ്ഥിതി. ഈ റോഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ സന്തോഷകരമായ നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിലയിലേക്ക് റോഡിനെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡക്റ്റ് അതിൻ്റെ മറ്റ് വർക്കുകൾ നടക്കുന്നു. അത് കഴിഞ്ഞാൽ റോഡ് പ്രവൃത്തി, BMNBC റോഡ് പ്രവൃത്തി നടക്കും. എല്ലാ നിലയിലും ഇത് മനോഹരമായ റോഡാക്കി കൊണ്ടുവരാനാണ് പറ്റുന്നത്. ഇതിനൊരു സമയം നൽകിയിട്ടുണ്ട്. ആ നിശ്ചിത സമയത്തേക്കാൾ നേരത്തെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും എന്നാണ് ഇപ്പോൾ തുടർച്ചയായ റിവ്യൂവിൻ്റെ ഭാഗമായി പറയാൻ സാധിക്കുന്നൊരു കാര്യം. മെയ് മാസം അവസാനമായിരുന്നു ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട നിശ്ചയിക്കപ്പെട്ട സമയം. എന്നാൽ അതിൻ്റെ ഏകദേശം 2 മാസം മുമ്പ് തന്നെ, ഏപ്രിൽ മാസം തുടക്കത്തിൽ തന്നെ ഈ റോഡ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാകും എന്നാണ് പ്രതീക്ഷ. ചുമതല കൊടുത്ത് അവർ ഫീൽഡിൽ തന്നെ ഉണ്ട്. പുറമെ ഞങ്ങളും ഇടയ്ക്കിടെ വിവിധ റോഡ് പ്രവൃത്തികൾ വന്ന് പരിശോധിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാകും. മറ്റു റോഡുകളുടെയും പ്രവൃത്തികൾ ഇതുപോലെ തുടർച്ചയായ പരിശോധന നടത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ദീർഘകാലമായിട്ടുള്ള ചില പ്രശ്നം പരിഹരിക്കാനാകും. അടുത്ത മഴക്കാലത്തിന് മുമ്പ് ഈ റോഡുകളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ ഒട്ടേറെ കഠിന പ്രയത്നവും ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഇത് കടന്നുപോയത്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ പ്രതിസന്ധികളൊക്കെ മുറിച്ച് കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തികൾ നടക്കുന്നത്. അത് പൂർത്തീകരിക്കാനാകും എന്നാണ്. ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. സ്കൂൾ റോഡ്, തൈക്കാട് റോഡ്, ഹോസ്പിറ്റൽ റോഡ്, സ്റ്റാച്യു ഹോസ്പിറ്റൽ റോഡ്, SS കോവിൽ റോഡ്, നഗരഹൃദയത്തിനകത്തുള്ള റോഡുകളെല്ലാം ഇത്തരത്തിൽ പ്രശ്നമാണ്. ആളുകൾ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന്, കാരണം അത് കടക്കാർക്ക് പരാതിയാണ്, ജനങ്ങൾക്ക് പരാതിയാണ്, വാഹനം ഓടിക്കുന്നവർക്ക് പരാതിയാണ്. അത് കഴിഞ്ഞ 3 മാസമൊക്കെ അത് ആ സ്ഥിതി തുടരുമെന്നാണ് അവരുടെ പരാതി. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതൊരു പ്രധാന വിഷയമാണ്. ജനങ്ങൾക്ക് അതിൻ്റെ പ്രയാസം വരുന്നുണ്ട്. പക്ഷെ റോഡ് പ്രവൃത്തി നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഈ റോഡുകളൊക്കെ പ്രവൃത്തി നടത്തേണ്ടതാണ്, എല്ലാവർക്കും അറിയാം. റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു, നമുക്കറിയാം. നേരത്തെയുള്ള വിഷയങ്ങൾ അതിനെ പരിഹരിച്ചുകൊണ്ട് ഈ റോഡുകൾ കരാറുകാരെ ടെർമിനേറ്റ് ചെയ്തു, മുറിച്ചു നൽകി. അങ്ങനെ മുറിച്ചു നൽകിയില്ലെങ്കിൽ ഇപ്പോൾ മാനവീയം വീതിയും കലാഭവൻ റോഡും പൂർത്തീകരിക്കാനായില്ല.
ഈ റോഡും ഇപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ നിന്ന് നിങ്ങളോട് ഏപ്രിൽ മാസം ഇത് തുറന്ന് പ്രവർത്തിക്കാനാകുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കർക്കശ നിലപാടെടുത്തുകൊണ്ട് കാണും. ഇപ്പോഴുള്ള പ്രശ്നം റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ പ്രവൃത്തി നടക്കാതെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളായി. പ്രവൃത്തി എന്തായാലും നടക്കണമല്ലോ. പ്രവൃത്തി നടക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാവും, അത് യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് പരിഹരിച്ച് ദീർഘകാലത്തേക്ക് നമുക്ക് ഈ റോഡിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ ഒരു 5-8 വർഷത്തേക്ക് ഒന്നും പേടിക്കാനില്ല. നല്ല ഡിസൈൻഡ് റോഡായി നഗരത്തിലെ റോഡുകൾ മാറുകയാണ്. അപ്പോൾ ഈ ഒരു 2-3 മാസം ഇതിൻ്റെ കുറച്ച് പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മഴക്കാലത്തിന് മുമ്പായി തന്നെ ഈ റോഡുകളിലെ പലതിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും. ഇതിനോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ വർക്ക് നടക്കുന്നതും ഈ റോഡുകളുടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പരസ്പരമുള്ള ധാരണ അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നുണ്ടോ? ഈ വാട്ടർ അതോറിറ്റീൻ്റെ ഒരു വിഷയമുണ്ട്. ആ വാട്ടർ അതോറിറ്റി ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. 2 വകുപ്പ് മന്ത്രിമാരും ഇരുന്നു കൊണ്ട് ഇതിലൊരു ചർച്ച നടത്തിയിരുന്നു. 2 വകുപ്പിൻ്റെ സെക്രട്ടറിമാരെ ഇരുത്തിക്കൊണ്ടൊരു സമിതി രൂപീകരിച്ചിരുന്നു ഈ പ്രശ്നത്തിന് പരിഹാരം കാരണം. അപ്പോൾ ഈ റോഡിനൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല. പുതിയ ഡിസൈൻഡ് റോഡുകൾക്ക് ഇതിൻ്റെ സംവിധാനം നേരത്തെ തന്നെ ഒരുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പഴയ റോഡുകൾ എന്ന് പറഞ്ഞാൽ ആ റോഡുകളുടെ വീതി കൂട്ടുകയോ അല്ലെങ്കിൽ നവീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് സ്വാഭാവികമായിട്ടും റോഡിൻ്റെ അടിയിലൂടെയാണ്. അത് ചിലത് റോഡ് വീതി കൂട്ടുമ്പോൾ അതിൻ്റെ സ്ഥലം മാറ്റുന്നില്ല, ചിലപ്പോൾ നടു റോഡിലാവും. അത് പൊളിക്കുക, അതിന് പ്രശ്നം വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. പുതിയൊരു കണക്ഷൻ വേണമെങ്കിൽ കയറേണ്ടി വരും. ജലജീവൻ മിഷൻ്റെ ഭാഗമായി 1000-ഓളം റോഡുകളാണ് ഇപ്പോൾ മുറിക്കാൻ വേണ്ടി പോകുന്നത്. 1000-ഓളം റോഡുകൾ. അത് നമുക്ക് മുറിക്കേണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ പറയുകയാണ്, ആ റോഡ് മുറിക്കരുത്, അത് പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ മോശമാക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒരു ഏകോപനമാണ് വേണ്ടത്. അവിടെ നമ്മളൊരു വിശാലമായാണ് കാര്യങ്ങൾ കാണേണ്ടത്. ആ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് പൈപ്പ് റോഡുകളുടെ അടിയിലൂടെ മാത്രം ഇടാൻ വേണ്ടി പറ്റും. പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിതിയാണ്. വലിയ ഡിസൈൻഡ് റോഡുകളുടെ പോരായ്മ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ പുതിയ റോഡുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ വളരെ നല്ല നിലയിൽ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. വാട്ടർ അതോറിറ്റി റോഡ് മുറിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ രീതിയിലാകും. ആദ്യം ചെയ്തതുപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പണി ചെയ്യുന്നത്. അപ്പോൾ അത് മറികടക്കാൻ എന്തെങ്കിലും നിർദ്ദേശം? അത് മറികടക്കാനാണ് ഇപ്പോൾ ഈ സമിതി എന്നുള്ള നിലയിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ റീസ്റ്റോറേഷൻ പ്രോപ്പർ ആവണം. പഴയ റോഡിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ BMMBC റോഡ്, ഇപ്പോൾ ഈ റോഡ് BMMBC റോഡിലെ വ്യത്യാസം, BMMBC റോഡിന് ഒരു 3 ഇരട്ടി ചിലവധി. 1 കിലോമീറ്റർ റോഡ് BMMBC റോഡ് നിർമ്മിക്കുന്നതിന് സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡ് നിർമ്മാണത്തെക്കാൾ ഒരു 10-60-65 ലക്ഷം രൂപ അധികം ചിലവാകും. അപ്പോൾ ഇപ്പോൾ ഈ 3 കിലോമീറ്റർ എടുത്താൽ ഇതിനു വേണ്ടി മാത്രം ഒരു 2-3-4 കോടി രൂപ BMMBCക്ക് വേണ്ടി മാത്രം ചിലവാകും. പിന്നെ മറ്റ് ചിലവ് വേറെ. പക്ഷേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ BMMBC റോഡ് ഒരു 5-6 വർഷത്തേക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും റോഡ് നിർമ്മാണ രീതിയിൽ ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. എന്നാൽ അങ്ങനത്തെ BMMBC റോഡും ചിലപ്പോൾ കുടിവെള്ള പൈപ്പിന് വേണ്ടി കീറും. പിന്നെ അത് BMMBC നിലവാരത്തിലല്ല റീസ്റ്റോറേഷൻ നടക്കുക. അങ്ങനെ പ്രശ്നം ചിലയിടത്ത് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ സമിതി ഉണ്ടാക്കിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാ വകുപ്പുകളും, പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ വകുപ്പും അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. പഴയതുപോലെ റോഡുകളെ ആക്കി തീർക്കേണ്ടത്. പൈപ്പിന് വേണ്ടി കീറിയ റോഡ് കീറുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ കീറിയതിന് ശേഷം റീസ്റ്റോർ ചെയ്ത് മാറ്റണമെന്നുള്ളത് തീരുമാനമാണ്. ആ തീരുമാനത്തിൽ വീഴ്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏത് വകുപ്പിൽ വരുത്തിയാലും അവർക്കെതിരെ ആക്ഷൻ എടുക്കാം. കരാറുകാർ വരുത്തിയാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അല്ല, ഇതന്നെ പോലെ ഇതായിട്ട് ബന്ധപ്പെട്ട് ആരെന്തുണ്ടോ? വേറെ നമുക്ക് എന്താണ് അതിനൊരു പരിഹാരം? ഇപ്പോൾ ഒരേ സമയത്ത് റോഡിൻ്റെ പണി നടത്താതെ കുറച്ച് റോഡ് ദയനീയ സ്ഥിതി അവിടെ കിടന്നോട്ടെ എന്ന് കരുതിയാൽ ഈ റോഡ് പണി കഴിഞ്ഞാൽ മഴയാണ് വരാൻ പോകും. പിന്നെ മഴയും കഴിഞ്ഞിട്ട് റോഡ് പണി നടത്താൻ പറ്റും. അപ്പോൾ ഇതിനും സ്ഥിതി കൂടുതൽ വഷളാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇതേ വഴിയുള്ളൂ. അപ്പോൾ ഈ വഴിയല്ലാതെ മറ്റൊരു വഴി നമുക്ക് സ്വീകരിക്കാനാവില്ല. കുറച്ച് പ്രയാസം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കേരളത്തിൽ ഏത് നിർമ്മാണം നിങ്ങൾ എടുത്തോ, പാലം നിർമ്മാണം, റോഡ് നിർമ്മാണ സമയത്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. പക്ഷേ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും. അപ്പോൾ ഇതിന് മറ്റു വഴികളില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചില റോഡിൻ്റെ പണി നടത്താതെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. പിന്നെ മഴയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഭംഗിയായി ഒരുപോലെ നടത്താൻ ഉള്ള ഒരു സമയബന്ധിതമായ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അത് ഇപ്പോൾ ഓരോ ആഴ്ചയിലും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയിലും റിവ്യൂവിൽ ഞങ്ങൾ സംതൃപ്തരാണ്.
അപ്പോൾ ഇവിടെ തന്നെ ചില മെറ്റീരിയൽ കിട്ടാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു വിഷയമായിട്ട് വന്നു, ഇടപെട്ടു, അതിപ്പോൾ പരിഹരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഓരോ ആഴ്ച റിവ്യൂ ചെയ്യുമ്പോഴും നമുക്ക് കണ്ടെത്താനും പരിഹരിക്കാനും പറ്റും.